ചേച്ചിയുടെയും അനിയന്റെയും ബോണ്ടാണ് സിനിമ പറയുന്നത്. അതിലൊരു വില്ലനെ പ്ലേസ് ചെയ്യുന്നു. 20 ഡെസിബിളിൽ കൂടുതൽ സൗണ്ട് കേൾക്കാൻ പാടില്ലാത്ത ഒരു വില്ലൻ ചേച്ചിയെ കൊല്ലാൻ ആളെ വിടുന്നു. അപ്പോഴാണ് നായകൻ ചേച്ചിയെ അന്വേഷിക്കുന്നത്. കാരണം സ്ക്രിപ്റ്റ് അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ഇമോഷണൽ ട്രോമയും ഗിൽറ്റും ഒക്കെ പോകുന്ന ക്യാരക്ടറാണെങ്കിലും ആ ഒരു സമയത്ത് മാത്രമേ നായകൻ ചേച്ചിയെ കാണാൻ പാടുള്ളൂ എന്നുള്ളത് തെലുങ്ക് തമിഴ് സിനിമകളുടെ നിയമം തന്നെയാണ്. സോ അതാണ് ഈ ഒരു മൂവിയുടെ കഥയും പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സിനിമയിലെ നായകൻ ഒരു ആർച്ചറാണ്. നാളായിട്ടൊരു മെന്റൽ ട്രോമ വേണം, അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിലോട്ട് എത്താൻ സാധിക്കുന്നില്ല. സോ അത്രയും നാളും ആ ഒരു മെന്റൽ ട്രോമ മനസ്സിൽ വെച്ചിട്ടും ചേച്ചിയെ കാണാത്ത ഈ ഒരു അനിയൻ ഈ ഒരു സമയത്താണ് ചേച്ചിയെ കാണാൻ പോകുന്നത്. കാരണം വേറൊന്നുമല്ല, നേരത്തെ ഈ ഒരു പ്ലേസ്മെന്റ് വരാൻ വേണ്ടി തന്നെ ഡയറക്ടർ സെറ്റ് ചെയ്ത സ്റ്റോറി ആയതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പോകുന്നത്. സോ അങ്ങനെ പോകുന്ന കഥയിൽ നല്ല ആക്ഷൻ സീക്വൻസസോ അല്ലെങ്കിൽ നല്ല പെർഫോമൻസസോ അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഉണ്ടാവുന്ന ഒരു ഇമോഷണലായിട്ട് നമ്മളെ ഹൂക്ക് ചെയ്യുന്ന ഒരു സംഭവമില്ലാത്ത സ്ഥിരം റോക്കറ്റ് കഥയുള്ള ഒരു പടമാണിത്. സോ അങ്ങനെ പോകുന്ന ഈ ഒരു സ്റ്റോറി നമ്മളെ എക്സ്പെക്ട് ചെയ്യുന്ന സകല ക്ലീഷേസാനും വരുന്നുണ്ടെന്ന് മാത്രമല്ല, ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല. ഒരു ഗിൽറ്റി പ്ലഷറിന് വേണ്ടി കുറെ തെലുങ്ക് സിനിമയൊക്കെ കണ്ടു വേണമെങ്കിൽ മറക്കുന്ന ആളുകളുണ്ട്. സോ അങ്ങനെ വിചാരിച്ചാൽ പോലും നമുക്ക് കണ്ടിരിക്കാൻ പറ്റാത്ത ഒരു മൂവിയാണ് തമ്മുടു എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഡയറക്ട് ചെയ്തത് വേണു ശ്രീറാമാണ്. ഇതിനു മുമ്പേ അദ്ദേഹം ഡയറക്ട് ചെയ്തത് വക്കീൽ സാബാണ്. സോ അദ്ദേഹത്തിന് അതിന് കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എക്സ്പെക്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഈ ഒരു സിനിമ വർക്കൗട്ട് ആവില്ല. കാരണം അതാണ് ഈ ഒരു സിനിമയുടെ പ്രത്യേകത. താല്പര്യമുള്ളത് കണ്ടു നോക്കാം. ഇതിപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്.